ഇന്ന് നമുക്ക് ചൈനീസ് നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 450 ഗ്രാം നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ വീട്ടിൻ്റെ നൂഡിൽസ് ആണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് നൂഡിൽസ് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അതിന് വേണ്ടിയിട്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി അതും ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സവോള സ്ലൈസ് ചെയ്തെടുത്തത്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 വലിയ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഓണിയൻ സ്പ്രിങ് വേണം, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടൈപ്പ് സോസാണ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്, സോയാ സോസ് എടുത്തിട്ടുണ്ട്. ഇനി നൂഡിൽസ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്തിട്ട് ഉണ്ടാക്കാം. എഗ് നൂഡിൽസ് വേണമെങ്കിൽ എഗ് ചേർത്തിട്ട് ഉണ്ടാക്കാം, ചിക്കൻ നൂഡിൽസ് വേണമെങ്കിൽ ചിക്കൻ ചേർത്തിട്ട് ഉണ്ടാക്കാം, ഷ്രിമ്പ് നൂഡിൽസ് വേണമെങ്കിൽ ഷ്രിമ്പ് ചേർത്തിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ എഗ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചൈനീസ് നൂഡിൽസ് ആക്കാന്ന്. ഇനി നൂഡിൽസ് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർക്കുക. നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഈ തിളച്ച വെള്ളത്തിലേക്ക് നൂഡിൽസ് ചേർക്കുക. ഇപ്പം നൂഡിൽസ് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇത് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകണം. അപ്പം ഇത് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ ഇത് ഇതേപോലെ ഇതെല്ലാം ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കും. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. ഇനി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് നോൺ സ്റ്റിക്കിനേക്കാളും നല്ലത് ഇരുമ്പിൻ്റെ പാനൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ കട്ടിയുള്ള ഏത് പാൻ വെച്ചിട്ടും ഉണ്ടാക്കാം. ഇരുമ്പിൻ്റെ പാനൊക്കെ ആകുമ്പോൾ അതിനകത്ത് ചൂട് നന്നായിട്ട് നിൽക്കും. പിന്നെ നിങ്ങൾ വെക്കണ ബർണർ നിങ്ങളുടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ബർണറിൽ വെക്കുക. അപ്പോൾ നല്ല ചൂട് കിട്ടും. ഈ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മുട്ട ഒന്ന് കൊത്തി പൊരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. ഈ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണ്ട. ഇനി ചൂടായ ഓയിലിലേക്ക് മുട്ട ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതൊന്ന് കൊത്തി പൊരിച്ചെടുക്കുക. ഇപ്പോൾ മുട്ട വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിക്കാം. ഈ ചൂടായ ഓയിലിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണം വെളുത്തുള്ളി ചേർക്കാം. ഈ വെളുത്തുള്ളി മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവണം. ഇപ്പോൾ വെളുത്തുള്ളി മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് സവോള ചേർക്കാം. സവോള നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഇപ്പോൾ സവോള നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് ഞാനിവിടെ 1.5 പിടി ചേർത്തിട്ടുണ്ട്. ക്യാരറ്റിനൊരു വേവ് കൂടുതൽ. അപ്പോൾ ഏറ്റവും ആദ്യം ക്യാരറ്റ് ചേർക്കാം. ഈ വെജിറ്റബിൾസൊക്കെ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തേക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. വെജിറ്റബിൾസ് ഒന്നും വെന്ത് നന്നായിട്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഇതിലേക്ക് നമുക്ക് ബീൻസ് ചേർക്കാം. ബീൻസ് ഒരു 2 പിടി ചേർക്കാം. ക്യാരറ്റ് ഞാനിവിടെ 1.5 പിടിയാണ് ചേർക്കുന്നത്. ഫ്ലെയിം എപ്പോഴും കൂട്ടി തന്നെ വെക്കാം. തീ എങ്ങാനും കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസൊക്കെ വാടിയ പോലെയാവും. എപ്പോഴും നമ്മളിങ്ങനെ നിർത്താതെ ഇളക്കണം. അപ്പോഴായിരിക്കും വെജിറ്റബിൾസിൻ്റെ എല്ലാ സൈഡും ഒരേപോലെ വെന്ത് കിട്ടാം. അപ്പോൾ ബീൻസ് ചേർത്തിട്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ചേർക്കാം. ക്യാബേജ് കുറച്ച് കൂടുതൽ ചേർക്കാം.
ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. വെജിറ്റബിൾസ് ഒക്കെ വെന്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസ് ഇതേപോലെ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം, നന്നായിട്ട് വെന്ത് പോകരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി സോസ് ചേർക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം. ചില്ലി സോസ് ഏറ്റവും ആദ്യം ചേർക്കാം. ഇതേപോലെ സോയാ സോസ് നമുക്ക് നൂഡിൽസ് ചേർത്ത് കഴിഞ്ഞിട്ട് സോയാ സോസ് ചേർക്കാൻ മതി. ചില്ലി സോസ് ഇതേപോലെ ഏറ്റവും ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസിലേക്കും ആ ചില്ലി സോസിൻ്റെ ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കും. സോയാ സോസ് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. പിന്നെ ചില്ലി സോസ് ഇതേപോലെ നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഓയിലിൽ കിടന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൊരിയുകയും ചെയ്യും. അപ്പോൾ ആ ഓയിലിന് ആ ചില്ലി സോസിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചില്ലി സോസ് ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ചേർക്കാം. ഫ്ലെയിം ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് വെക്കരുത്, എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇനി ഇതിലേക്ക് സോയാ സോസ് ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സോയാ സോസ് നിങ്ങൾ ഏറ്റവും ആദ്യം കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാൻ മതി. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൈനീസ് നൂഡിൽസ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുമ്പോൾ അവർ ഇതിലേക്ക് MSG ചേർക്കും. MSG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജിനോമോട്ടോ. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ചേർക്കേണ്ട ആവശ്യമില്ല. അത് ചേർക്കാണ്ടും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നിങ്ങൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചില്ലി സോസോ സോയാ സോസോ കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് രണ്ടാമതും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും.